ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വർഷം, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15-ാം തീയതിക്ക് ശേഷം മാത്രമേ ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴൻ്റെ വിശേഷ ഫലങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൂ. മീനമാസം 15-ന് ശേഷം, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം മാത്രമേ വ്യാഴൻ്റെ യഥാർത്ഥ ഫലമൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. മീനമാസം 15-ാം തീയതി വരെ, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി വരെ അത്ര നല്ല തന്നെ ഫലങ്ങളൊന്നും ആയിരിക്കുകയില്ല. 29-ാം തീയതിക്ക് ശേഷം വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ധനനഷ്ടം ഉണ്ടാകുക, കുടുംബത്തിൽ അലോഹ്യം, കലഹം ഒക്കെ ഉണ്ടാകുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും ഒത്തൊരുമയില്ലായ്മയും ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകുകയും പൊരുത്തക്കേടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു സമയവും ഒക്കെയാണ്. മാനസിക ശാരീരിക സുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പൗത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങളൊന്നും ലഭിക്കാൻ സാധ്യതകളോ മറ്റുള്ള ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോ സാധ്യതയുള്ളൊരു സമയമല്ല. എല്ലാ കാര്യങ്ങൾക്കും വളരെ തടസ്സമൊക്കെ ഉണ്ടാകുന്നൊരു സമയമൊക്കെയാണ്. അതുപോലെ തന്നെ ഉന്നത തലത്തിലൊക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ തൊഴിലിൽ വളരെ മാനസിക വിഷമതകളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയവും, എല്ലാ കാര്യങ്ങൾക്കും വളരെ മാനസിക ബലം കുറയുവാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ്. അവർ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ ഒരു തരത്തിൽ താഴേക്കിടയിലേക്ക് പോരാൻ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ്. ജോലിയിൽ ഉണ്ടാകേണ്ടുന്ന സാമർഥ്യവും ഒക്കെ കുറയുകയും മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു സമയവും കൂടിയാണ്. ഇതിനൊരു ചെറിയ പരിഹാരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പരിഹാരാർത്ഥം ചെറിയ ഗുണങ്ങൾക്ക് സാധ്യതയുള്ളത് എന്തെന്നാൽ, രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് രോഗദുരിതങ്ങളൊക്കെ മാറി കുറേശ്ശെ രോഗശാന്തിയൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയവുമാണ്. അതുപോലെ തന്നെ അതികഠിനമായിട്ട് ഉണ്ടാകുന്ന ശത്രുബാധ ദുരിതങ്ങൾ, ശത്രുദോഷങ്ങളൊക്കെ, പലതരത്തിലുള്ള ശത്രുക്കൾ, അത് കുടുംബത്തിലാണെങ്കിലും തൊഴിൽ സ്ഥലങ്ങളിലാണെങ്കിലും മറ്റ് ഏതൊരു മേഖലയിൽ ആണെങ്കിലും ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറി ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറി കാര്യാദികൾക്കൊരു ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ശനീശ്വര പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും, ശനി ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളൊക്കെ ഉള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേകം വഴിപാടുകൾ നടത്തുന്നതും, ശനീശ്വര ഹോമങ്ങളിൽ പങ്കെടുക്കുന്നതും, ശനീശ്വര പൂജകളിൽ പങ്കെടുക്കുന്നതും, ശാസ്താവിനും ഒക്കെ ശനിയാഴ്ച ദിവസം നീരാഞ്ജനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഉത്തമവും. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും വിഷ്ണുവിന് പ്രത്യേകിച്ച് പാൽപ്പായസം വഴിപാടൊക്കെ നടത്തി, തുളസിമാലയൊക്കെ ചാർത്തി, നെയ്വിളക്കൊക്കെ നടത്തി, കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നെയ്വിളക്കൊക്കെ നടത്തി, കർമ്മബലങ്ങളൊക്കെ ഉണ്ടാകാനും കർമ്മപുഷ്ടി ഉണ്ടാകുന്നതിനും വേണ്ടി പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും,
അതുപോലെ തന്നെ ശത്രുബാധ ദുരിതങ്ങളൊക്കെ മാറുന്ന ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് സുദർശന മന്ത്രാർച്ചന നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ പൂർവ്വപുണ്യ പരദേവതാ ക്ഷേത്രങ്ങളിലേക്ക് പോവുകയും ധർമ്മദേവതാ പരിപാലനം നടത്തുന്നതും പരദേവതയ്ക്ക് വേണ്ടുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ ഒരു സമയത്ത് ദോഷങ്ങളെ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. എന്തായാലും അവരവരുടെ കർമ്മങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്ന് കന്നിക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.